രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉച്ചമുള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആമാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, കുടലത്തടിപ്പുകൾ, കുടലിടിയുന്ന ആമാശയം ഇടിയുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥിക്കുഴകൾ, അസ്ഥിസന്ധികൾ, അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശരീരം വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകൾ, ത്വക്കുകൾ വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകൾ, സോറിയാസിസ് രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, സിസ്റ്റുകൾ, ചിരങ്ങുകൾ, തൊലിയുടെ നിറവ്യത്യാസങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടട്ടെ. തൊണ്ടയുടെ മുഴകൾ ഈശോയുടെ നാമത്തെ അപ്രത്യക്ഷമാകട്ടെ. സ്പോണ്ടിലോസിസ് രോഗികൾ കർത്താവിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. കർത്താവിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. സ്പൈനൽ രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരമാസകരം നീരിൻ്റെ മൂലകാരണങ്ങൾ യേശുവിൻ്റെ നാമ സൗഖ്യപ്പെടട്ടെ. കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയരോഗികൾ, പാൻക്രിയാസ് രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സൗഖ്യമേ